ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാക്ഷി കിച്ചൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പൊരിയുണ്ടയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കി വരാം. പൊരിയുണ്ട തയ്യാറാക്കാനായിട്ട് പൊരി എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക. ഇതിനൊരു അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളയാവേ. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് ശർക്കരയാണ്. 1 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് പൊടിച്ച ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശർക്കര ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്, ഉരുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പാനിലേക്ക് നമുക്ക് അരിച്ചൊഴിക്കാം. ശർക്കര അരിച്ചൊഴിക്കണം, അതിൽ കല്ലോ അഴുക്കോ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. പിന്നെ വേണ്ടത് ഏലക്കാപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇത് ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തതാണ്. പിന്നെ 1/4 ടീസ്പൂൺ ചുക്കുപൊടി. ഇനി ഒരു നുള്ളു ഉപ്പും കൂടെ ഇതിലേക്ക് ചേർക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ശർക്കര ഇവിടെ പാകമായിട്ട് വന്നിട്ടുണ്ട്. ഈ ശർക്കരയുടെ ഒരു തുള്ളി എടുത്തിട്ട് നമ്മളൊരു തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് നോക്കുമ്പോൾ അത് നല്ലോണം കട്ടിയായിട്ട് വരണേ. സോഫ്റ്റായിട്ട് ഇരിക്കല്ലേ, നല്ല കട്ടിയായിട്ട് ഇരിക്കണം ഇതുപോലെ. ഈ സമയത്ത് ഇതാണ് കറക്റ്റ് പരുവം. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊരി ചേർക്കാം. ഇത് 4 കപ്പ് പൊരി എടുത്തിട്ടുണ്ട്. 1 കപ്പ് ശർക്കരയ്ക്ക് 4 കപ്പ് പൊരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അളന്നെടുത്ത് വെച്ചതാണ് ഇത്. എന്നിട്ട് ഇത് പെട്ടെന്ന് തന്നെ ഇട്ടിട്ട് ഇളക്കിയെടുക്കുക. ഈ ശർക്കര നല്ലോണം ഈ പൊരിയിൽ കോട്ടായി കിട്ടണം. അപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് കയ്യിൽ സ്വല്പം വെള്ളം തടവിയോ അല്ലെങ്കിൽ അരിപ്പൊടി തൂകിയോ ഇത് ഉരുട്ടിയെടുക്കണം. ചൂടായിട്ട് തന്നെ ഇത് ഉരുട്ടിയെടുക്കണേ. അതല്ലെങ്കിൽ ചൂടാറി കഴിയുവാണെങ്കിൽ ഇത് നമുക്ക് ലഡുവിൻ്റെ രൂപത്തിൽ ഉരുട്ടിയെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാം. പൊരിയുണ്ട എല്ലാം ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് പൊരിയുണ്ട നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.